ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും റിലേഷൻഷിപ്പിൻ്റെ തീം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി വെൽത്ത് നോക്കി, ജനറൽ തീം നോക്കി. ഇനി ഏപ്രിൽ മാസത്തിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് ഓഫർ ആരോ തരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമുള്ള ഒരാളായിരിക്കും. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ഇമോഷണൽ കണക്ഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അഗാധമായ വളരെ ഡീപ്പായ ഫീലിംഗ് ആയിരിക്കും. അല്ലാതെ സൂപ്പർഫിഷ്യലായി 2-3 ദിവസത്തെ ഒരു ഫ്ലിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇത്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. വളരെ ഒരു റൊമാൻറ്റിക്കും വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. നൈറ്റ് ഓഫ് കപ്സിൽ മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പ്രത്യേകിച്ച് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. അതായത് ഇത് കൂടുതലും ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉള്ള ആളുകൾക്കുള്ള അഡ്വൈസാണ്. കൂടുതൽ നിങ്ങൾ അന്തരാത്മാവ് നിങ്ങളോട് സത്യം പറയും, അതെന്താണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചും കൂടി നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ശരിയായ ഫീലിങ്സും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്ന് പറയുക. ഒരു ബന്ധത്തിൽ ഒരു സ്ട്രോങ്ങർ ബോണ്ട്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ബന്ധത്തിൽ ഇപ്പോൾ 5-6 കൊല്ലം കഴിയുമ്പോൾ കുറച്ചൊരു അകൽച്ച വരാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു അടുപ്പം പലർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം. ആ റിലേഷൻഷിപ്പ് നന്നായി കൊണ്ടുപോകാൻ രണ്ടുപേരും നന്നായിട്ട് എഫേർട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രോങ്ങർ ബോണ്ട് തമ്മിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. കുട്ടികളും മക്കളും ഒക്കെ ആകുമ്പോൾ അപ്പോൾ ആരംഭത്തിലൊക്കെ പെട്ടിട്ട് നമ്മൾ അങ്ങനെ അങ്ങായി പോണതാണ്. അത് പറ്റില്ല. നിങ്ങളുടെ ബന്ധം റീജുവനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാനുള്ളത് എത്രത്തോളം ഇദ്ദേഹം റിലയബിൾ ആണ് എന്നുള്ളത് ലോങ് ടൈമിലേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സ്വഭാവമാണോ, പിന്നെ 2 ദിവസം മെസ്സേജ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വിവരമില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഒന്ന് സൂക്ഷിച്ച് പെരുമാറണം. പിന്നെ ഒരുപാട് ഫീലിങ്സ്, ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇമോഷണൽ ആവുക, അങ്ങനെയൊക്കെയുള്ള ഡ്രാമ ഒരു ബന്ധത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അതൊന്നും ഭാവിയിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് ചെയ്യില്ല. പിന്നെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്ന് തുടക്കത്തിലേ നിങ്ങൾ അത് നിർബന്ധിക്കണം. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, അധികം തുറന്നു പറയാത്ത ഒരു ഇമോഷണലി കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഹൃദയം പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമ്മളുടെ തലച്ചോറ് പറയുന്നതും കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വെച്ച് പുലർത്തരുത്. ചില ബന്ധങ്ങളിലൊക്കെ തുടക്കത്തിൽ ഭയങ്കര പ്രതീക്ഷകളായിരിക്കാം. ആ പ്രതീക്ഷകൾക്കൊത്ത് പങ്കാളികൾക്ക് ഉയരാൻ കഴിയാതാകുമ്പോഴാണ് പൊട്ടലും ചീറ്റലും ബന്ധങ്ങളിൽ തുടങ്ങുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകൾ വയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്.